സുബൈർ ബാപ്പു അങ്ങനെ ഒരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടിയെന്ന് കൂരാടുള്ള ഏതെങ്കിലും CPM-കാർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിരിക്കുന്ന ഈ കാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഞാൻ കല്യാണ പ്രായമായ മക്കളെ അവരൊക്കെ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ അവരെ വലിച്ചു കൊണ്ടുവരാനും സഹായിക്കും. അതിനുവേണ്ടി ഒത്താശ കൊടുത്ത് കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പാർട്ടിക്കാരാണ് CPM-കാർ. നേതാവേ എന്ന് വിളിക്കണമെങ്കിൽ നിനക്ക് 4 അണികൾ വേണം. അണികളില്ലാത്തൊരു പ്രസ്ഥാനമാണ് BJP. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് BJP വിടുന്നു? BJP വിടുന്ന BJP-ന് നീതി കിട്ടുന്നില്ല. ഈ വണ്ടൂർ പഞ്ചായത്തിൽ ആര് ജയിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് നിസ്സംശയം പറയാം. നമുക്ക് വണ്ടൂർ പഞ്ചായത്ത് നിലവിലെ UDF-ന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അത് UDF തന്നെ നിലനിർത്തും, ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്ന വാർഡായാലും UDF തന്നെ ഇരിക്കുക, തൊട്ടടുത്ത വാർഡായാലും UDF തന്നെ ജയിക്കും. ജയസാധ്യത UDF-ന് മാത്രമാണ്. ഭരണം വണ്ടൂർ പഞ്ചായത്ത് UDF ഭരിക്കും, വണ്ടൂർ ബ്ലോക്ക് UDF ഭരിക്കും, ജില്ലാ പഞ്ചായത്തും UDF-ന്റെ കയ്യിൽ തന്നെ. ഇതിപ്പോഴും നിലവിൽ അങ്ങനെ തന്നെയുള്ളത്. അത് അങ്ങനെ തന്നെ തുടരും. പിന്നെ CPM-ലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആഗ്രഹിച്ച് പറയുന്നുണ്ട്, ഇപ്രാവശ്യം വണ്ടൂർ പഞ്ചായത്തിലെ 9-ാം വാർഡ് ഞങ്ങൾ ജയിക്കുന്നു. ഒരിക്കലും കിട്ടൂല. വണ്ടൂർ പഞ്ചായത്തിലെ 9-ാം വാർഡും അവിടെ UDF തന്നെ ജയിക്കുള്ളൂ. കാരണം CPM-ന്റെ പ്രാദേശിക രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്, സ്റ്റേറ്റ് രാഷ്ട്രീയത്തിനെ പറ്റി എനിക്കറിയില്ല. പ്രാദേശിക രാഷ്ട്രീയം തമ്മിലടിപ്പിക്കാനും കുടുംബങ്ങൾ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്റെ പ്രദേശത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് CPM-കാരില്. അത് എല്ലാവരും ഞാൻ പറയുന്നില്ല, വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ. അത് മുമ്പ് കാരണന്മാര് പറയല്ലോ, നഞ്ഞ് നാഞ്ഞായി വേണ്ട എന്നുള്ളത്, പറയിപ്പിക്കാൻ ഒന്ന് മതി എന്ന് പറയല്ലോ. അതേപോലെ തന്നെ കുടുംബങ്ങളെ ഇല്ലാതാക്കാനും അയൽവാസികളെ തമ്മിൽ തെറ്റിപ്പിക്കാനും കള്ളക്കേസ് കൊടുപ്പിക്കാനും ഇവർ 1-ാം നമ്പറാ, ഒരു സംശയമില്ല. ഈ സുബൈർ ബാപ്പുവിനെതിരെ ഫസ്റ്റ് കേസ് കൊടുത്തത് വണ്ടൂർ പഞ്ചായത്തിലെ വണ്ടൂർ പ്രദേശത്ത് എന്റെ കൂരാട് പ്രദേശത്തുള്ള ഒരു 2-3 CPM-കാർ ചേർന്നിട്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തത്. അതും ഞാനൊരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടി എന്നാണ് കേസ് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? കൂരാട്ടുകാർക്കും പ്രദേശത്തെ CPM-കാർക്കും സുബൈർ ബാപ്പു ഒരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടി എന്നുള്ള ഒരു തെളിവ് നിങ്ങൾ തരാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു കേസ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കള്ളക്കേസ് കൊടുത്ത് കുടുംബങ്ങളെയും അയൽവാസികളെയും തമ്മിലടിപ്പിക്കാനും തെറ്റിക്കാനും അല്ലാതെ എന്താ CPM-കാരോട് ചെയ്തിട്ടുള്ളത്? ഒരു നല്ല കാര്യം എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ കേരളത്തിലെ എല്ലാ CPM-കാരെയും കുറ്റം പറയുന്നില്ല. നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, എന്റെ എല്ലാമായ അസീസ്ക. അദ്ദേഹം CPI-കാരനാണ്. എന്നാൽ അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ അല്ല. ഞാൻ എല്ലാ CPM-കാരെയും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഞ്ഞിന് നാഞ്ഞായി വേണ്ട. ഒരു പുഴയിൽ കുറച്ച് നഞ്ഞെന്ന് പറയും, വിഷം. അതായത് മീൻ കൊല്ലി കുരുട്ടുള്ളതിന് വിഷം എന്ന് പറയും. ആ ഭാഗത്ത് വിഷം എവിടെയാണോ ചാടുന്നത് ആ ഭാഗത്തുള്ള മീന് അവിടെ ചത്തുപോകും. അതാ നഞ്ഞെന്ന് പറയുന്നത്. അതുപോലെ കുറച്ചെണ്ണുണ്ട്. അപ്പൊ അങ്ങനത്തെ CPM-കാര് വരാൻ പാടില്ല. അങ്ങനത്തെ കുടുംബം കുളം തോന്നണേ CPM-കാര് വരാൻ പാടില്ല. നമ്മൾ പറയാതെ പറയും, നമുക്ക് വന്ന തിക്താനുഭവങ്ങൾ, നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ചു നമ്മൾ വേദനിപ്പിക്കാൻ കിട്ടുന്ന അവസരത്തിൽ വേദനിപ്പിക്കണം. രാഷ്ട്രീയപരമായിട്ട് എന്നെ വേദനിപ്പിച്ചവരാ CPM-കാര്, അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, CPM-മാര് തെളിയിക്ക്. നിങ്ങൾക്ക് പോയാൽ അന്വേഷിച്ചാൽ അറിയും. സുബൈർ ബാപ്പുവിന്റെ കേസ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. 2021 ഒരു കേസുണ്ട് എനിക്ക്, ഒരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടി എന്നുള്ളൊരു കേസ്. അങ്ങനെ ഒരു സംഭവം കൂരാടുണ്ടോ? നിങ്ങൾ കൂരാട്ടുകാർ പറയും. കൂരാട്, പനമ്പോയിലെ പ്രദേശത്തുള്ള ആൾക്കാര്, അല്ലെങ്കിൽ വരമ്പങ്കല്ല്, കൂരാട്, എവിടെയായാലും ശരി, നിങ്ങൾ പറ, സുബൈർ ബാപ്പു അങ്ങനെ ഒരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടി എന്നുള്ളൊരു സംഭവം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ ഒരു കള്ളക്കേസ് എന്റെ പേരിൽ എന്തിന് കെട്ടിവെച്ച് CPM-ന്റെ ആൾക്കാര്, അതിന് പ്രവർത്തിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതിൽ പറയുന്നില്ല അവരുടെ പേര്. അതിന് പിന്നിൽ 3 വ്യക്തികളാണ് പ്രവർത്തിച്ചത്. അങ്ങനെ കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കള്ളക്കേസ് കൊടുപ്പിച്ച് കോടതിയിലേക്ക് നടത്തിപ്പിക്കാനും അല്ലാതെ എന്താണ് ഇവിടെ വണ്ടൂർ കൂരാടുള്ള CPM-കാരെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറയാം. അങ്ങനത്തെ CPM-കാര് ജയിച്ചു വരാൻ പാടില്ല. വോട്ട് കൊടുക്കരുത് എന്ന് സുബൈർ ബാപ്പു പറയും. കൊടുത്തു പോകരുത്. കാരണം ഇവർക്ക് അധികാരം ഇല്ലാതെ തന്നെ ഇസേസ് കളി കളിക്കുമ്പോൾ ആ അധികാരം കൂടി അവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ചെറ്റത്തരം കാട്ടുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ഞാൻ പറയുമ്പോ ഞാൻ തെറ്റുകാരന് അല്ലേ? ഞാൻ അനുഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായിക്കണമല്ലോ, നിങ്ങൾ അന്വേഷിക്കേ. കൂരാട്ടുകാരെ പറയട്ടെ,
കൂരാട്ടുകാർ ആരെങ്കിലും പറയാം, കൂരാട്ടിലെ CPM മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ ആര് കൊടുപ്പിച്ചു, ആരെ പിൻബലത്തിൽ കൊടുത്തു? അത് കൊടുത്ത ഫാമിലി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കുന്നതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചു? ഫോട്ടോസ് ഇതിന്റെ അടുത്തുണ്ട്, ഫോട്ടോസ് വരെ എന്റെ അടുക്കുണ്ട്. നിങ്ങൾ ഒളിഞ്ഞു മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ അവരൊക്കെ രാഷ്ട്രീയക്കാരോ? അവരാണോ ഈ രാഷ്ട്രം നന്നാക്കുന്നത്? അവരാണോ ഈ രാഷ്ട്രത്തിന് നന്മയ്ക്ക് ഉതകുന്നവര്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും വണ്ടൂർ പഞ്ചായത്തിന്റെ ഭരണം CPMന്റെ കയ്യിൽ വരാൻ പാടില്ല. ജനങ്ങൾ ചിന്തിച്ചോ, ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോ. BJP എന്തായാലും ലിസ്റ്റിൽ ഇല്ല, അത് വിടി. വേറെയുള്ള പാർട്ടിക്കാർ എന്തായാലും ഇല്ല. മത്സരം നടക്കുന്നത് LDF UDF തന്നെയാണ്. BJPക്ക് അവിടെ ഒരു റോളും ഇല്ല. ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ചായ ഉണ്ടെങ്കിൽ ഒരു പണിയുടെ അതിനും കൂടി റോളില്ലാത്തൊരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഇവിടെ വണ്ടൂർ പഞ്ചായത്തിൽ മത്സരം നടക്കുന്നത് LDF UDF ആണ്. BJP രണ്ടാം സ്ഥാനത്ത് വന്ന ഒരൊറ്റ വാർഡ് പോലും BJPക്കില്ല. അതുകൊണ്ട് മത്സരത്തില് BJPനെ പറഞ്ഞിട്ട് കാര്യമല്ല, BJP വരൂല്ല. BJPക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യണം, അവർ ചെയ്യൂല. അവര് എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനുള്ള കഴിവ് അവർക്കില്ല. ഏകാധിപത്യ രീതിയിൽ BJP വർക്ക് ചെയ്യണു. CPMന്റെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവർ എനിക്കെതിരെ ചെയ്തത് മാത്രം മതി. എനിക്ക് വേറെ ആൾക്കാരോട് എന്തൊക്കെ ചെയ്യുന്നത് അത് അവര് പറഞ്ഞോളും. എന്നോട് ചെയ്ത ക്രൂരത ഞാൻ പറയുള്ളൂ. ഞാൻ BJPയിലേക്ക് പോകാനുണ്ടായ കാരണം തന്നെ അതാണ്. എന്തുകൊണ്ടാണ്? ഈ CPMകാർ കള്ളക്കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് BJP വിടുന്നു? BJPയിൽ നീതി കിട്ടുന്നില്ല. ഒരു മനുഷ്യന് നീതി കിട്ടണ്ടേ? ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മാറ്റി നിർത്താന്നല്ലാതെ ഈ കള്ള ആരോപണം ഉണ്ടോ ഇല്ലേ ഇവർ പറയുന്നത് നേതാക്കന്മാരെ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അതില്ല. 4-4.5 വർഷമായിട്ട് അതിന്റെ വൈത്താലെ തന്നെ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങി പരാതി കൊടുത്തു, ഒരു ഇതുമില്ല. പിന്നെ അവര് പറയുന്നത് ശരിവെക്കുന്ന ആൾക്കാർക്ക് അവര് മൂടി താങ്ങി നടക്കട്ടെ. എന്തിന് പ്രവർത്തകരില്ലെങ്കിൽ എവിടെ നേതാക്കന്മാരുണ്ടാവുക? ചെങ്ങന്മാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയ പോരെ, നിനക്ക് 4 പണിക്കാരുണ്ടെങ്കിൽ ആ പണിക്കാരുണ്ടെങ്കിൽ മാത്രമേ നീ മുതലാളിയുള്ളൂ. നിന്നെ മുതലാളി എന്ന് വിളിക്കണമെങ്കിൽ 4 തൊഴിലാളികൾ വേണം നിനക്ക്, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും മുതലാളി എന്ന് വിളിക്കോ? അതുപോലെ നിന്നെ നേതാവ് എന്ന് വിളിക്കണമെങ്കിൽ നിനക്ക് 4 അണികൾ വേണം. അണികളില്ലാത്തൊരു പ്രസ്ഥാനമാണ് BJP. ഞാൻ CPMമാരെ പറയുന്നത് മൊത്തം കൂരാടുള്ള CPMമാർക്ക് ഇത് ബാധകല്ല. നല്ല സുഹൃത്തുക്കളായ CPMമാർ എനിക്കുണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊന്നും ഇത് ബാധകല്ല. അവർക്കൊന്നും നമ്മൾക്കെതിരെ ഇങ്ങനത്തെ ഒരു കേസ് കൊടുത്തത് പോലും അവർക്ക് അറിയൂല. പലരോടും ഞാൻ ഇങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് അവർ പറയുന്നത്, പാപ്പു അങ്ങനെ ഒരു കേസ് ഉണ്ട് നിന്നെതിരെ എന്ന് വെച്ച്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഈ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസുമാരോട് സംസാരിച്ച് ഇറങ്ങിയത് അതൊക്കെ ആരെയാണെന്ന് ഇന്നും എന്റെ കണ്ണിൽ നിൽക്കുന്നുണ്ട് കെടാതെ. അവര് തീ ഗോളമാറ്റി തന്നെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ പുച്ഛത്തോടെ തന്നെ കാണുന്നത്. മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തവനല്ലേ നീ എന്ന് ചോദിച്ചിട്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞ ആട്ടി വിട്ടിട്ടുണ്ട് എന്റെ മുന്നിൽ നിന്ന് വന്നപ്പോ. മനസ്സിലായോ? അതുകൊണ്ട് CPM വരരുത്, എന്റെ വാർഡിൽ വരരുത്. എന്റെ വാർഡിൽ വരില്ല, ഞാൻ 8ാം വാർഡിലാണ്. അവിടെ എന്തായാലും CPM വരില്ല, CPMനോട് വോട്ട് കൊടുക്കില്ല. ഇപ്രാവശ്യത്തെ എന്റെ വോട്ട് ഞാൻ UDFനെ കൊടുക്കുള്ളൂ. ഞാൻ എന്റെ ഫാമിലി അങ്ങനെ UDFനെ കൊടുക്കുള്ളൂ. ഞാൻ CPMന് കൊടുക്കൂല. അവർ വരാൻ പാടില്ല. അവർ വന്നു കഴിഞ്ഞാല് അവർക്ക് ജാതി മതമൊന്നുമില്ല. അവരെല്ലാവരെയും ഏത് രീതിയിലും എങ്ങനെയും ഇറക്കിക്കൊണ്ടുവരാനും മറ്റിനൊക്കെ സമ്മതിക്കുന്ന ടീമാ. കുടുംബങ്ങളെ, കുട്ടികളെ, കല്യാണപ്രായമായ മക്കളെ അവരൊക്കെ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ അവരെ വലിച്ചു കൊണ്ടുവരാനും സഹായിക്കും. അതിനുവേണ്ടി ഒത്താശ കൊടുത്ത് കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പാർട്ടിക്കാരാണ് CPMകാര് അല്ലേ? എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത CPMമാരുണ്ട്. അവർ കാരണം ഞാൻ ഇന്നും കോടതിയിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇല്ലാത്ത കേസ് പറയാ. അന്തസ്സുണ്ടല്ലോ, ആൺകുട്ടികളാണെങ്കിൽ നിങ്ങള് CPMനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ ഇതിൽ വന്നിട്ട് ലൈക്ക് ഇതുണ്ടല്ലോ, എന്താ പറയാ, കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളെ കമന്റോടുകൂടെ സുബൈർ ബാപ്പുവിന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, സുബൈർ ബാപ്പു അങ്ങനെ ഒരു പെണ്ണിന്റെ വാര്യലിന് ചവിട്ടിയെന്ന് കൂരാടുള്ള ഏതെങ്കിലും CPMമാർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ കാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഞാൻ ഏകദേശം 10 ലക്ഷം രൂപ ഈ കാറിന് തരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.